ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വളരെ ബേസിക് ആയിട്ടുള്ള സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിനാദ്യം തന്നെ ഞാൻ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടു. എന്നിട്ട് ഞാൻ കുറച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ മുകളിലാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു 5-6 ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനൊരു 5-6 ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ കുറേ ചെയിൻ ആയിട്ടുണ്ട്. ഇനി ഈ ചെയിൻ സ്റ്റിച്ചിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്യാൻ പോവാണ്. സിംഗിൾ ക്രോഷ്യ നമ്മൾക്ക് ഓൾമോസ്റ്റ് മിക്ക പ്രൊജക്ട്സിലും നമുക്ക് ആവശ്യമായിട്ട് വരും. ബോർഡേഴ്സ് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ അക്യൂറേറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് സിംഗിൾ ക്രോഷ്യ ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു ചെയിൻ സ്റ്റിച്ചിൽ രണ്ടാമത്തെ ചെയിനിലാണ് ഞാൻ സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഹുക്കിലിപ്പോൾ ഒരു ലൂപ്പാണുള്ളത്. ഞാൻ ഈ ഹുക്ക് എൻ്റെ രണ്ടാമത്തെ ചെയിനിൽ ഇൻസേർട്ട് ചെയ്യാണ്. രണ്ടാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഞാനൊന്ന് യാൺ ഓവർ ചെയ്ത് ആ ചെയിനിൽ കൂടെ അത് പുൾ ചെയ്തെടുക്കുകയാണ്. ഇത് പുൾ ചെയ്തെടുത്ത് കഴിയുമ്പോൾ എൻ്റെ ഹുക്കിൽ 2 ലൂപ്സാണുള്ളത്. അപ്പോൾ ഞാനൊന്ന് യാൺ ഓവർ ചെയ്ത് ആ 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ യാണിനെ പുറത്തേക്ക് എടുക്കും. ഇതാണ് ഒരു സിംഗിൾ ക്രോഷ്യ. അപ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി ഞാൻ ഒന്നും കൂടി അടുത്ത ചെയിനിൽ ചെയ്ത് കാണിക്കാം. ചെയിനിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, യാൺ ഓവർ ചെയ്തു, പുൾ ചെയ്തു. എന്നിട്ട് നമ്മൾ 2 ലൂപ്സ് ഉണ്ട്, അതിൽ യാൺ ഓവർ ചെയ്ത് 2 ലൂപ്സിൽ കൂടെ പുൾ ചെയ്തെടുത്തു. ഇതാണ് നമ്മുടെ സിംഗിൾ ക്രോഷ്യ. ഞാനൊരു 2-3 ചെയിൻസിലും കൂടി സിംഗിൾ ക്രോഷ്യ ചെയ്ത് കാണിക്കാം. സോ നമ്മൾ സിംഗിൾ ക്രോഷ്യയ്ക്ക് വലിയ ലെങ്ത് ഉണ്ടാവില്ല, വളരെ ചെറിയ സ്റ്റിച്ചായിട്ടാണ് കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഭയങ്കര ക്ലോസ് ആയിട്ടിരിക്കും. നമ്മൾ മിക്ക ടോയ്സും ചെയ്യുമ്പോൾ സിംഗിൾ ക്രോഷ്യ വെച്ചാണ് ചെയ്യാറ്. അപ്പോൾ ദിസ് ഈസ് സിംഗിൾ ക്രോഷ്യ. ഇനി ഡബിൾ ക്രോഷ്യ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ